ഹലോ എവരി വൺ, വെൽക്കം ടു ദി മൺ ഓഫ് ഓണർ സീരീസ്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറിയ വീഡിയോ ആയിട്ട് കടന്നു വരികയാണ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓണത്തിൻ്റെ തിരക്കും അതുപോലെ തന്നെ ഓണാഘോഷമൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഏകദേശം അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത സീസൺ ആരംഭിച്ചു, അതായത് നവരാത്രിയുടെ സീസൺ. അപ്പോൾ എല്ലാവർക്കും നവരാത്രി ഇല്ല എങ്കിലും ഞങ്ങൾ വസിക്കുന്നതായ ഈ ദേശത്ത് നവരാത്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ ഗ്രാൻഡായിട്ട് കൊണ്ടാടുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ നവരാത്രി ആഘോഷിക്കുന്ന അതിൽ താല്പര്യമുള്ളവർക്കും എല്ലാവർക്കും എന്നെ കാണുന്ന അതിൽ വിശ്വാസമുള്ളവരും താല്പര്യമുള്ളവരും ആഘോഷിക്കുന്നവരുമായ എല്ലാവർക്കും ഒരു നല്ല നവരാത്രി ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ, എനിക്കൊരു 15-16 വയസ്സുള്ള കാലം മുതൽ ഈ നവരാത്രിയുടെ ആഘോഷങ്ങൾ കാണുന്നതാണ്. അതായത് എൻ്റെ നെയ്ബേഴ്സെല്ലാം അങ്ങനെ ആഘോഷം നടത്തുന്നവരും അത് നല്ലൊരു ഫെസ്റ്റിവലായിട്ട് അവരൊരു കൂട്ടായ്മ ആചരിക്കാനായിട്ട് ഞാൻ റിലേഷനെ അയൽക്കാരെയൊക്കെ വിളിച്ച് അവരുടെ ഭവനങ്ങളിലേക്ക് വരുത്തി അവിടെ പൂജ നടത്തുന്നു. അതുപോലെ പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ നവരാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കളർഫുള്ളായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം പറയുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ ചെറിയൊരു മെസ്സേജാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ അത് ഏതാണ്ട് 23-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതി യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളാണ്. യേശുക്രിസ്തു അന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. അതായത് അന്നത്തെ ശാസ്ത്രിമാരെന്ന് പറയുന്നത് വളരെ വലിയ പണ്ഡിതന്മാരാണ്. അവർ ദൈവ വചനത്തിലും ദൈവിക കൽപ്പനകളിലെല്ലാം വളരെ ഇന്നത്തെ കാലത്ത് പറഞ്ഞ വലിയ ഡോക്ടറേറ്റൊക്കെ എടുത്ത് അതുപോലത്തെ വലിയ സ്കോളേഴ്സായിട്ടുള്ള ആൾക്കാരാണ് ശാസ്ത്രിമാർ. ഇനിയൊരു കൂട്ടരാണ് പരീശന്മാർ. അവർ വളരെ അക്ഷരം പ്രതി തെറ്റാതെ അതുപോലെ ന്യായപ്രമാണവും എല്ലാം ആചരിക്കുന്ന ഒരു യഹൂദ കൂട്ടരാണ്, വംശജരാണ് അവർ പരീശന്മാർ. അപ്പോൾ ഇവർ 2 കൂട്ടരാണ് അന്ന് റിലീജിയസ് ആയിട്ടും അല്ലാതെയും എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊക്കെയും പവർ ഉണ്ടായിരുന്ന ആൾക്കാർ. സന്നിധി സംഘം എന്ന് പറഞ്ഞിട്ട് അന്ന് ജൂതന്മാരുടെ സംഘമുണ്ടായിരുന്നു. അവരാണ് ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും. അവരുടെ 70 പേരടങ്ങുന്ന ഒരു സംഘമാണ് സന്നിധി സംഘമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഉണ്ട്. അവർ മോശയുടെ പീഠത്തിലിരിക്കുന്നെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. മോശ നമുക്കറിയാമല്ലോ, മോശ ഏറ്റവും വലിയ പ്രവാചകന്. മാത്രമല്ല ഇസ്രയേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് അവരുടെ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിച്ച് അവരെ കനാൻ ദേശത്തേക്ക് എത്തിച്ച് 40 വർഷം ലീഡർഷിപ്പ് എടുത്ത ഒരു വ്യക്തിത്വമാണെന്ന് നമുക്കറിയാം മോശ. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം കണ്ണുനീരോടെ അപേക്ഷിച്ച് ദൈവസന്നിധിയിൽ മാത്രം മുട്ടുകുത്തി ദൈവത്തിന് മുമ്പിൽ കമന്ന് വീണ് കിടന്ന് കരയുന്ന ഒരു മോശയായിരുന്നു നമുക്ക് ഈ 40 വർഷത്തിൽ പല അവസരങ്ങളിലും കാണാനായിട്ട് സാധിച്ചത്. വേറെ ഒന്നും വേണ്ടിയല്ല, അത് സ്വന്തം ജനത്തിന് വേണ്ടി മാത്രം. ദൈവം ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും, നിനക്ക് ഞാൻ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുമ്പോഴും മോശ പറയുന്നത്, നീ ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ മുമ്പോട്ട് നയിക്കല്ലേ എന്നും, അതുപോലെ തന്നെ നിൻ്റെ ഈ കോപം വന്നിട്ട് ദൈവത്തിൻ്റെ കോപത്തെ നീക്കി ഈ ജനത്തെ നീ രക്ഷിക്കണമെന്നും, എനിക്ക് മാത്രമായിട്ട് ഒന്നും വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് മോശ ദൈവത്തോടന്ന് സംസാരിക്കുന്നത്. ആ ജനത്തിന് വേണ്ടി ഇടവിൽ നിൽക്കുന്ന ഒരു മോശ. ആ മോശയുടെ സിംഹാസനത്തിലാണ്, ഈ പീഠത്തിലാണ് ശാസ്ത്രിമാരും പരീശന്മാരും ഇരുന്നിരുന്നത്. അതായത് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം, ഏകദേശം 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണല്ലോ യേശുക്രിസ്തു. അപ്പോൾ അതിൻ്റെ 23-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും,
തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന്. അപ്പോൾ നമ്മൾക്ക് ആ ഹ്യൂമിലിറ്റി, ആ ഹമ്പിൾനെസ് അല്ലെങ്കിൽ താഴ്മ, അതൊക്കെ വിനയം, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം നമ്മളുടെ അടുത്ത് പ്രവർത്തിക്കുവാനും നമ്മളെ ഉയർത്തുവാനും സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ സ്വയം ഒരു പ്രൈഡ്, ഞാൻ ഇങ്ങനെയാണല്ലേ, ഞാൻ ഇന്ന ആളാണെന്നുള്ള ആ സെൽഫ് ഉയർത്തിപ്പിടിക്കുന്ന ഒരുത്തരും ഉയർച്ചയിലേക്ക് വരത്തില്ല, അവർ താഴ്ത്തപ്പെടുമെന്നാണ് കർത്താവ് പറയുന്നത്. അതുപോലെ തന്നെ തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടുമെന്ന്. അവർക്കെല്ലാം നമുക്കറിയാം. വലിയ ഉദാഹരണമാണ് പൗലോസ് അപ്പോസ്തലൻ. അന്നത്തെ കാലത്ത് അത്രയും സ്കോളറായിട്ട്, അത്രയും പ്രഭുവായിട്ട്, വലിയ റിച്ചായിട്ടുള്ള ഒരു വ്യക്തിത്വം, അതുപോലെ തന്നെ റോമ പൗരത്വം ഉള്ള മനുഷ്യൻ, റോമക്കാരുടെ റൂളിംഗ് ടൈമിൽ അദ്ദേഹം ജനനം കൊണ്ട് തന്നെ ഒരു റോമൻ പൗരനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വലിയ പരീശനുമായിരുന്നു. ഇസ്രയേലിൻ്റെ വലിയ ഗുരുവായിരുന്ന ഗമാലിയലിൻ്റെ അണ്ടറിൽ ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും എല്ലാം അതെല്ലാം പഠിച്ച് അത് അത്രയും വലിയ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് ഏറ്റവും വിനയപ്പെട്ട് ഏറ്റവും താഴ്മയുള്ള ഒരു മനുഷ്യനായി മാറിയത് നമുക്കറിയാം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഏറ്റവും വിനയമുള്ളവനായി, വെറും കൃമിയെപ്പോലെ, വെറും പൊടിയായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അദ്ദേഹം താഴ്ന്നിറങ്ങി. നമുക്കറിയാം ന്യൂ ടെസ്റ്റമെൻറ്റിൽ 10-14 ലേഖനങ്ങൾ എഴുതി നമുക്ക് വായിക്കുവാനും, വായിക്കാൻ മാത്രമല്ല പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനും നമുക്ക് ആവശ്യമുള്ളതെല്ലാം എഴുതി നൽകി തന്നിരിക്കുന്ന ആ പൗലോസ് അപ്പോസ്തലൻ, അദ്ദേഹം അത്രയും വലിയ പോസ്റ്റിലായിരുന്നിട്ട് കൂടി അദ്ദേഹം ഏറ്റവും താഴ്മയുള്ളവനായി നമ്മുടെ മുമ്പിൽ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മളുടെയും അന്നത്തെ ജനത്തിൻ്റെ മധ്യത്തിൽ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. താഴ്മയുടെ പ്രതീകമായി നമ്മൾ മാറണം. അപ്പോൾ വിശ്വാസികളായ നാം ഓരോരുത്തരും താഴ്മയുടെ ഒരു പ്രതീകമായിട്ട് മാറണം എന്നുള്ളതാണ്. അത് വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ താഴ്മയുള്ളിടത്തെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ നമ്മൾ താഴ്ന്ന ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഉയർത്തും എന്നുള്ളതാണ്. അത് 1 പത്രോസ് 5-6 വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്താനായിട്ട് നമ്മൾ അവൻ്റെ കൈ കീഴിൽ താഴ്ന്നിരിക്കാനായിട്ട് നമ്മളോട് പറയുന്നു. അതേപോലെ തന്നെയാണ് യാക്കോബിൻ്റെ ലേഖനം 4:10 പറയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വീൻ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുമ്പം നമ്മൾ തന്നെത്താനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാരക്ടർ മാറുന്നു. നമ്മൾ ജനങ്ങളുടെ മുമ്പിലും പ്രവർത്തകരുടെ മുമ്പിലായാലും അല്ല സഹജീവികളുടെ മുമ്പിലായാലും നമ്മൾ താഴ്മയുള്ളവരായി വിനയത്തോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് വലിയ താഴ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മദർ മേരി, യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ദൂതനോട് പറഞ്ഞ് നമുക്കറിയാം. ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞ് നമുക്കറിയാം. ആ ഒരു പ്രതികരണം കൊണ്ട് തന്നെ മറിയ ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയും അതോടൊപ്പം തന്നെ ഏറ്റവും താഴ്മയുള്ളവളും ആയി മാറിയെന്നുള്ളതാണ്. ആ താഴ്മയുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അത്ര വിശുദ്ധിയിൽ ജീവിച്ചിരുന്നതുകൊണ്ടാണ് ദൈവപുത്രൻ അവളുടെ ഉദരത്തിൽ ഉരുവാകുവാനായിട്ടും ദൈവം അവളെ തിരഞ്ഞെടുത്തത്. അവിടെ നമുക്കറിയാം മാതാവ് മറിയം പറയുന്നുണ്ട്, സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പുകഴ്ത്തുമെന്ന് പറയുന്നുണ്ട്. ഇത്രയും തലമുറകൾ കഴിഞ്ഞിട്ടും ഇന്ന് നമുക്കറിയാം, ഇന്നും മറ്റുള്ള ഏത് സ്ത്രീയേക്കാളും ഏറ്റവും മാനം ലഭിക്കുന്നവളും ഏറ്റവും പുകഴ്ച ലഭിക്കുന്നവളുമായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് മദർ മേരി. സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും. ദൈവം ആ ലെവലിലേക്ക് മറിയത്തിനെ ഉയർത്തിയെന്നുള്ളതാണ്. പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് മറിയം ജീവിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു പിറുപിറുപ്പില്ലാതെയും ഒരു പരാതിയില്ലാതെ, അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ പുറകെ പോകാതെ മറിയം ജീവിച്ചു എന്നുള്ളതാണ്. അന്നും എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ലെവലിലില്ലെങ്കിലും കൂടി ലോകപ്രകാരമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. എന്നാലും മറിയം അതിലൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ കുടുംബത്തെ നോക്കുകയും തൻ്റെ ഭർത്താവിനെയും തൻ്റെ കുഞ്ഞിനെയും മകനെയും
ഒക്കെ സംരക്ഷിക്കുന്ന മാത്രമല്ല, മറ്റുള്ള സ്ത്രീകളുടെ കൂടെ ആണെങ്കിലും ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് ജീവിച്ച ഒരു വ്യക്തിത്വമാണല്ലോ നമ്മുടെ മറിയം. നമ്മുടെ മാതാവെന്ന് നമ്മൾ ദൈവപുത്രൻ്റെ മാതാവെന്ന് വിളിക്കുന്ന മറിയം ഏറ്റവും ഭാഗ്യവതിയെന്ന് പുകഴ്ത്തപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം 149:4 നമ്മൾ പറയുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ എന്ന അലങ്കാര വസ്ത്രം കൊണ്ട് അലങ്കരിക്കുമെന്ന്. ഇത് യഹോവയായ ദൈവം താഴ്മയുള്ളവരെ അവൻ രക്ഷ എന്ന അലങ്കാര വസ്ത്രം കൊണ്ട് അലങ്കരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന് തേജസ്സിൻ്റെ വസ്ത്രം കൊടുത്തിരുന്നു എന്ന് നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം വായിക്കുമ്പോൾ അവിടെ തേജസ്സിൻ്റെ വസ്ത്രത്തെക്കുറിച്ചും അത് നമുക്കറിയാം. അതായത് 3:7 ദൈവിക തേജസ്സിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച സമയം അവർ വേറെ വസ്ത്രമൊന്നും ധരിച്ചിരുന്നില്ല. അതായത് ആ ദൈവിക തേജസ്സിൻ്റെ വസ്ത്രം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 3:21 നമുക്ക് കാണാം, ദൈവം തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചുവെന്ന്. അതിൻ്റെ കാരണം അവരുടെ അനുസരണക്കേട്. അതുതന്നെയല്ല, അവർ പാപം ചെയ്തു, ദൈവതേജസ് നഷ്ടപ്പെടുത്തി, ദൈവമായിട്ടുള്ള ബന്ധം അകലുവാൻ തുടങ്ങി. അവർ തന്നെ സ്വയം കണ്ടുപിടിച്ച് ഇലകളൊക്കെ അത്തിയിലയൊക്കെ കൂട്ടിയായിരിക്കണം ഇലകളൊക്കെ ചേർത്ത് തുന്നി 2 പേരും വസ്ത്രം ധരിച്ചു. അവർ നഗ്നരെന്ന് മനസ്സിലായപ്പോൾ അവർ പാപം ചെയ്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അവർ ടൈലറിങ്ങൊക്കെ ചെയ്ത് 2 പേരും ഇലയുടെ വസ്ത്രമൊക്കെ ധരിച്ചു. പക്ഷെങ്കിൽ നമുക്കറിയാം, നഗ്നത മറയ്ക്കുവാനായിട്ട് അവർ ശ്രമിച്ചുവെങ്കിലും വെയിൽ, അതായത് ആ ചൂടിൻ്റെ ഇതിൽ ഇലയൊക്കെ ചുരുണ്ട് മേലോട്ട് പോയിട്ടുണ്ടാവും. അതായിരിക്കും ദൈവം അത് കണ്ടിട്ട് വിഷമം തോന്നിയിട്ടായിരിക്കണം തീർച്ചയായിട്ടും ദൈവം ഒരു ആടിനെ കൊന്ന് തോലെടുത്ത് വസ്ത്രം ധരിപ്പിച്ച് അവരെ 2 പേരെയും ആക്കി എന്നുള്ളതാണ്. നമ്മളേതാനും പഴയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ, പഴയ ജനത്തെയൊക്കെ അവരുടെ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം, ഈ കാടുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ തോലിൻ്റെ വസ്ത്രം ധരിച്ചിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഫോട്ടോകൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു ആട് കൊല്ലപ്പെട്ടിട്ട് ആണ് അതിൻ്റെ തോലെടുത്ത് ദൈവം വസ്ത്രമാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ദൈവം കുഞ്ഞാട് തീർച്ചയായിട്ടും നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ പ്രസൻസിനെ നമുക്ക് അതുമായിട്ട് ഉപമിക്കാവുന്നതാണ്, അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താവുന്നതാണ്. അതായത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച സമയത്ത്, മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവൻ്റെ വസ്ത്രം അവർ പങ്കെടുത്തെടുത്തായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ അവൻ്റെ അങ്കിക്കായിട്ട് അവർ ചീട്ടിട്ടിട്ട് അവർ അത് കീറാതെ അത് തമ്മിൽ ലോട്ടെടുത്തിട്ട് അതിൽ കിട്ടിയ ആൾക്ക് അത് ലഭിച്ചു എന്ന് നമുക്കറിയാം. വെറും ഒരു നഗ്നത മാത്രം മറയ്ക്കുവാൻ മാത്രം തുണി മാത്രം അരയിൽ ചുറ്റിയാണ് യേശുക്രിസ്തു ക്രൂശിൽ കടന്നിരുന്നത്. അപ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടതായ ആ രക്ഷയുടെ അലങ്കാര വസ്ത്രം, ആ തേജസ്സിൻ്റെ വസ്ത്രം തിരികെ നൽകുവാനായിട്ട് അവനെ വിശ്വസിച്ച് നമ്മൾ കർത്താവിനെ നമ്മൾ സ്വീകരിച്ച് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ സ്വർഗീയമായിട്ടുള്ള ആ തേജസ്സിൻ്റെ വസ്ത്രം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നഗ്നത മാത്രം മറയ്ക്കുന്ന വസ്ത്രം ധരിച്ച് കിടക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഏവർക്കും സങ്കടം തോന്നുന്ന ഒരു ചെറുപ്പക്കാരനായ 33 വയസ്സുള്ള ഒരു വ്യക്തി അങ്ങനെ വെറും ശരീരം മുറിവുകളാൽ ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കുരിശിൽ തറച്ച് മരിച്ചു കിടക്കുന്ന ആ ഒരു സീന് നമ്മൾ കാണുമ്പോൾ എല്ലാവരുടെയും ഹൃദയം തകർന്നു പോകുന്ന പോലുള്ള ഒരു കാഴ്ചയാണത്. സങ്കീർത്തനം 22:26 പറയുന്നത്, താഴ്മയുള്ളവർക്ക് എല്ലാവർക്കും സംതൃപ്തി ഉണ്ടായിരിക്കുമെന്നാണ്. അത് ശരിയാണ്. നമ്മൾ എത്രത്തോളം താഴ്ന്നോ അത്രത്തോളം നമുക്ക് സംതൃപ്തി ഉണ്ടാകും. കാരണം നമ്മൾ വേറൊന്നിനെക്കുറിച്ചും അധികം ആകുലപ്പെടുന്നില്ല, അല്ല ചിന്തിക്കുന്നില്ല, അല്ല ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കുവാനായിട്ട് പഠിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ദൈവം ഉൽപ്പത്തി 3:9 നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വായിക്കുക. 9ഉം 10ഉം വാക്യങ്ങൾ ദൈവം സംസാരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി ഒന്ന് പറയുകയാണ്, സൗമ്യതയുള്ളവരെ ദൈവം ന്യായത്തിൽ നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ന്യായമായിട്ട് ജീവിക്കണം. ന്യായം ആണ് ദൈവത്തിന് ഏറ്റവും ഹിതകരമായതും പ്രീതികരവുമായ
ന്യായവും നീതിയും നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ സൗമ്യതയുള്ളവരെ ദൈവം ന്യായത്തിൽ നടത്തുമെന്ന് നമ്മൾ കേട്ടുവല്ലോ. അതേപോലെ തന്നെയാണ് സങ്കീർത്തനം 32:8 അവൻ അവരെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ദൈവം ഉപദേശം പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മൾ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് അവൻ നമുക്ക് ആലോചന പറഞ്ഞു തരും. അതുപോലെ തന്നെയാണ് നമുക്ക് ദൈവിക അനുഗ്രഹങ്ങൾ നൽകി തരുമെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടുവല്ലോ. ഇതെല്ലാം വന്നിട്ട് നമ്മൾ താഴ്മയും വിനയവും ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ന്ന്, അതായത് തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടുമെന്നുള്ള ആ ഒരു വിഷയത്തെ ആധാരമാക്കിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ കേട്ടിട്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിൽ നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കാൻ ഒത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളിത് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സ്വയം താഴ്ത്തി ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കുക മാത്രമല്ല, അത് നമ്മൾ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും കൊണ്ടുവന്ന് നമ്മളുടെ ജീവിതത്തെ ഒരു ദൈവഹിതമായ രീതിയിൽ നടക്കുവാനായിട്ട് ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് കമൻറ്റ് എഴുതാവുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യസ്തമായ ചിന്തകളുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ടു ഓൾ. ബൈ.